ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ കുറച്ച് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. നമുക്ക് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ചെറിയ പാരഗ്രാഫ് തന്നിട്ട്, പോയമാവാം അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെ ഭാഗമാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ സ്റ്റോറിയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈ ന്യൂ പെറ്റ്. മൈ ഡാഡ് ബോട്ട് മീ എ ന്യൂ പെറ്റ്. എൻ്റെ അച്ഛൻ എനിക്കൊരു പുതിയ പെറ്റിനെ വാങ്ങിച്ചു തന്നു. ഹീസ് എ ക്യൂട്ട് ലിറ്റിൽ ഡോഗ്. എന്താണ് പെറ്റ്? ഒരു നല്ല മനോഹരമായിട്ടുള്ള ചെറിയൊരു ഡോഗാണ്. ഹീസ് സ്ലീപ്പി ആസ് ഹീസ് ലിറ്റിൽ നൗ. അവന് വളരെ ചെറുതായതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് സമയം ഉറങ്ങിക്കൊണ്ടായിരിക്കും അവനുണ്ടായിരിക്കുക. മൈ ഡാഡ് ആൻഡ് മോം ഹെൽപ്പ് മീ ടു കീപ് ദ ഡോഗ് ക്ലീൻ. എൻ്റെ അമ്മയും അച്ഛനും ഈ നായക്കുട്ടിയെ, പട്ടിക്കുട്ടിയെ നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട്, വൃത്തിയാക്കിയിട്ട് കൊണ്ടു നടക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വി ഹാവ് എ ഡോഗ് ഹൗസ് വെർ ഹീ സ്റ്റേസ്. ഞങ്ങൾക്കൊരു ഡോഗ് ഹൗസ് ഉണ്ട്. അവിടെയാണ് ഈ ഡോഗിനെ സ്റ്റേ ചെയ്യുന്നത്. അവിടെയാണ് ഈ ഡോഗിനെ നമ്മൾ താമസിപ്പിക്കുന്നത്. ഐ പ്ലേ വിത്ത് ഹിം ഇൻ ദ ഈവനിങ് വെൻ ഐ കം ഹോം ഫ്രം സ്കൂൾ. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന എല്ലാ ദിവസവും വൈകുന്നേരം അവൻ്റെ കൂടെ കളിക്കാറുണ്ട്. ഹീസ് ഗ്രോയിങ് ക്വിക്ക്ലി. അവൻ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നുണ്ട്. ഐ ലവ് മൈ ന്യൂ പെറ്റ്. എനിക്ക് എൻ്റെ ഈ പെറ്റിനെ വളരെയധികം ഇഷ്ടമാണ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കൂ. ഹു ഈസ് മൈ ന്യൂ പെറ്റ്? ആരാണ് പുതിയ പെറ്റ് എന്ന് പറയുന്നത്? ആരാണ്? ഇറ്റ്സ് എ ക്യൂട്ട് ലിറ്റിൽ ഡോഗ്. ക്വസ്റ്റ്യൻ 2 വൈ ഈസ് ഹീ സ്ലീപ്പി? ഏത് സമയവും അവൻ ഉറങ്ങിക്കൊണ്ടാണ്. അതെന്തുകൊണ്ട് കാരണം? ബിക്കോസ് ഹീസ് എ ലിറ്റിൽ ഡോഗ്. അവനൊരു ചെറിയ പട്ടിക്കുട്ടിയാണ്, ഒരു ന്യൂ ബോൺ ഡോഗാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ 3 ഹൂ ഹെൽപ്സ് മീ ടു കീപ് ദ ഡോഗ് ക്ലീൻ? ആരാണ് ഈ ഡോഗിനെ ക്ലീനായിട്ട്, വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ, കൊണ്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? മൈ മോം ആൻഡ് ഡാഡ്, അല്ലേ? എൻ്റെ അച്ഛനും അമ്മയുമാണ്. ഇനി ക്വസ്റ്റ്യൻ 5 ഐ പ്ലേ വിത്ത് മൈ പെറ്റ് ഇൻ ദ ഈവനിങ്. ഈസ് ഇറ്റ് ട്രൂ? ഞാൻ എൻ്റെ പെറ്റിൻ്റെ കൂടെ എല്ലാ ദിവസവും വൈകുന്നേരം കളിക്കാറുണ്ട്. അത് ശരിയാണോ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ ഇതുപോലെ പാരഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ പോയം, ആ പാരഗ്രാഫ് വീണ്ടും വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആൻസർ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ വീണ്ടും വായിച്ചു നോക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. ആക്ടിവിറ്റി 2 കോൺവെർസേഷൻ. സഷ റിട്ടേൺ ഹോം ആഫ്റ്റർ സ്കൂൾ. സഷ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് എത്തി. ഷീ സെഡ് അബൌട്ട് ദ ഗേൾ ടു ഹെർ മദർ. അവൾ കണ്ടുമുട്ടിയ പെൺകുട്ടിയെ കുറിച്ചിട്ട് അവളുടെ അമ്മയോട് പറഞ്ഞു. റൈറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ മദർ. സഷയും അവളുടെ അമ്മയും തമ്മിൽ സംസാരിക്കാനിടയായിട്ടുള്ള കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. സഷ ഹായ് മദർ. മദർ ഹായ് ഡിയർ, ഹൗ വാസ് യുവർ ഡേ? നിൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? സഷ ഇറ്റ്സ് എ നൈസ് ഡേ മാം. വളരെ നല്ല ദിവസമായിരുന്നു അമ്മ. മദർ ടുഡേ മീ ആൻഡ് നവീൻ സോ എ പുവർ ഗേൾ ഓൺ അവർ വേ ടു ഹോം ഫ്രം സ്കൂൾ. ഞാനും നവീനും ഒന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു പാവം പെൺകുട്ടിയെ കണ്ടു. മദർ എ ഗേൾ, ഹൂ ഈസ് ഷീ? ഒരു പെൺകുട്ടിയോ? ആരാണവൾ? സഷ എ പുവർ ഗേൾ, ഐ സോ ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് അവർ സ്കൂൾ ദിസ് മോർണിംഗ് ടു. ഒരു പാവപ്പെട്ട പെൺകുട്ടി. ഞാൻ അവളെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ മുന്നിൽ വെച്ചും കണ്ടിരുന്നു. മദർ വാട്ട് ഈസ് ഹെർ പ്രോബ്ലം? ആർ യു നീഡ് എനി ഹെൽപ്പ് ഫ്രം മീ? എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം? നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണോ? സഷ യെസ് മോം, ഐ നീഡ് യുവർ ഹെൽപ്പ്. അതെ അമ്മേ, തീർച്ചയായിട്ടും എനിക്ക് അമ്മയുടെ ഒരു സഹായം വേണം. ദാറ്റ് ഗേൾ ഹാസ് വെരി ഇൻട്രസ്റ്റ് ഇൻ കമ്മിങ് ടു അവർ സ്കൂൾ ആൻഡ് സ്റ്റഡി. ആ പെൺകുട്ടിക്ക് ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നിട്ട് ഞങ്ങളെപ്പോലെ പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്. ബട്ട് ഷീ ഈസ് ഫിനാൻഷ്യലി അണേബിൾ ടു ഡു സോ. പക്ഷേ അവൾക്ക് സാമ്പത്തികമായിട്ട് അതിന് കഴിയില്ല. ഹൗ ക്യാൻ വി ഹെൽപ്പ് ഹെർ മോം? നമുക്ക് എങ്ങനെ അവളെ സഹായിക്കാൻ പറ്റും? പ്ലീസ് ഗിവ് മി എ സജഷൻ. എനിക്ക് എന്തെങ്കിലും ഒരു സജഷൻ, ഒരു അഭിപ്രായം പറഞ്ഞു തരുമോ? മദർ ഓ ഐ സി, ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ടെൽ യുവർ ടീച്ചർ അബൌട്ട് ദിസ്. ഐ എം ഷുവർ ഷീ ക്യാൻ ഹെൽപ്പ് യു. അപ്പം അമ്മ എന്ത് പറയുന്നു? അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് നിനക്ക് നിൻ്റെ ടീച്ചറോട് പറയുന്നതായിരിക്കും നല്ലത്. ടീച്ചർ എന്തായാലും നിന്നെ സഹായിക്കാതിരിക്കില്ല. സഷ ഓക്കെ, ഐ വിൽ ടെൽ ദിസ് ടു അനുപമ ടീച്ചർ ടുമോറോ. ഓക്കെ അമ്മ, ഞാൻ ഇതെന്തായാലും നാളെ തന്നെ അനുപമ ടീച്ചറോട് പറഞ്ഞേക്കാം. ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. സഷ ബ്രോട്ട് ഉണ്ണിയപ്പം ഫ്രം ഹർ ഹോം.
She is so happy to distribute it in the class. Describe that situation in your own words. സഷ അവളുടെ വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പം കൊണ്ടുവന്ന് ക്ലാസ്സിൽ വിതരണം ചെയ്ത ആ സിറ്റുവേഷൻ ഓർക്കുന്നുണ്ടല്ലോ മക്കളെ. ആ സിറ്റുവേഷൻ, ആ സന്ദർഭത്തെ നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിൽ വിവരിച്ചെഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സഷ ഈസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഉണ്ണിയപ്പം ടു ഹെർ ഫ്രണ്ട്സ്. സഷ ഉണ്ണിയപ്പം അവളുടെ കൂട്ടുകാർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, വിതരണം ചെയ്യുകയാണ്. സം ഓഫ് ഹെർ ഫ്രണ്ട്സ് ആർ ഈറ്റിംഗ് ദ ഉണ്ണിയപ്പം. അവളുടെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നു. സം ഓഫ് ദ സ്റ്റുഡൻസ് ആർ റീഡിംഗ് ബുക്സ്. ചില കുട്ടികൾ അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. നവീൻ ലുക്സ് ലൈക്ക് വെരി ഹാപ്പി ഫോർ ഗെറ്റിംഗ് ദ ഉണ്ണിയപ്പം. നവീന് ഉണ്ണിയപ്പം കിട്ടിയതിൽ വളരെയധികം സന്തോഷത്തിലാണെന്ന് അവനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സം ഓഫ് സഷാസ് ഫ്രണ്ട്സ് ആർ റസ്റ്റിംഗ് ടു ഗെറ്റ് ഉണ്ണിയപ്പം. സഷയുടെ ചില ഫ്രണ്ട്സ് എന്താണ്, ഉണ്ണിയപ്പം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുകയാണ്. എ പുവർ ഗേൾ ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ഡോർ. ഒരു പാവപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടി അവരുടെ ക്ലാസ്സിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. സഷ ഈസ് ഗേസിങ് അറ്റ് ഹർ. സഷ അവളെ ഇടയ്ക്കൊന്ന് തുറിച്ചു നോക്കുന്നു. ആക്ടിവിറ്റി 4. കംപ്ലീറ്റ് ദ ടേബിൾ. സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമുക്ക് താഴെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേരുകൾ തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക, പട്ടികപ്പെടുത്തുക. 2 ടേബിളിൽ വെജിറ്റബിൾസ് മാത്രം ഒരു ടേബിളിലും മറ്റതിൽ ഫ്രൂട്ട്സ് മാത്രവും മാറ്റി മാറ്റി എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ക്യാരറ്റ്, കുക്കുംബർ, ഗ്രേപ്സ്, ആപ്പിൾ, ടൊമാറ്റോ, പപ്പായ, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ചെറി, കിവി, ബ്ലൂബെറി, പൈനാപ്പിൾ. ഇതിലേതൊക്കെയാണ് മക്കളെ വെജിറ്റബിൾസ്? ക്യാരറ്റ്, ക്യുക്കുംബർ, ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്. ഇത്രയും എന്താണ്? വെജിറ്റബിൾസ് ആണ്. ഇനി ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഗ്രേപ്സ്, ആപ്പിൾ, പപ്പായ, ചെറി, കിവി, ബ്ലൂബെറി, പൈനാപ്പിൾ. ഇത്രയുമാണ് ഫ്രൂട്ട്സ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തെഴുതേണ്ടത്? ആക്ടിവിറ്റി 5. ആഡ് മോർ ലൈൻസ്. നമുക്കിവിടെ ഒരു 4 വരി പോയം തന്നിട്ടുണ്ട്. ആ പോയം കുറച്ചുകൂടെ ലൈൻസ് ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പോയം നോക്കിക്കേ. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. നമുക്കിതിനെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ കൂൾ, ഫ്ലോസ് ഡൗൺ ഫ്രം മൗണ്ടെയിൻ, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വരികളും എഴുതാം. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ക്ലിയർ, ഫ്ലോസ് ഡൗൺ ഫ്രം ട്രീസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. ഇങ്ങനെയും ലൈൻസ് എഴുതാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആഡ് മോർ ലൈൻസ് വരുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതുമായിട്ട് കുറച്ച് സാമ്യമുള്ള രീതിയിൽ തന്നെ വരികൾ എഴുതി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഏകദേശം ഇതുപോലെ തന്നെ കോൺവെർസേഷനും ഡിസ്ക്രിപ്ഷനും ആഡ് മോർ ലൈൻസും പിന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മളുടെ 2 യൂണിറ്റുകൾ, അതായത് ടെൻഡർ ടച്ച് എന്നുള്ളതും ഫെസ്റ്റി ഫൺ എന്നുള്ളതും രണ്ടും നല്ലതുപോലെ പഠിച്ചു പോവുക. ഗ്രാമേഴ്സ് ഉണ്ടല്ലോ ആക്ടിവിറ്റീസിൽ നമ്മൾ പഠിച്ച ഗ്രാമറുകൾ, അതും നോക്കി പോവുക കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്